അടിപൊളി വിഷ്വൽസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്. കോട ഓവറായിട്ട് ഇറങ്ങിയിട്ടില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഡേ 2 ഓഫ് കൊടൈക്കനാൽ. അടിപൊളി പ്ലേസ് ആണ്, ഒന്നും പറയല്ല. മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ്. അണ്ണേ ഗുഡ് മോർണിംഗ്. കൊടൈക്കനാൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റും നല്ലൊരു ഏരിയയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല നാച്ചുറൽ ബ്യൂട്ടിയും. പക്ഷേ എത്ര ബ്യൂട്ടി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ല. നമ്മൾ രാത്രി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രാത്രി ഒന്നും മനസ്സിലാവാത്തൊരു സമയത്താണ് നമ്മൾ ശരിക്കും റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചുറ്റുപാകെ എന്താണെന്ന് പോലും മനസ്സിലായി, അത്രയ്ക്ക് ഇരുട്ടായിരുന്നു. നമ്മൾ ഈ റൂം തന്നെ തിരഞ്ഞെടുത്തത് ഒരുപാട് തിരഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ഇതൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ നമുക്ക് റൂംസ് ഒന്നും അത്ര അവൈലബിൾ അല്ല. പിന്നെ ബാച്ചിലേഴ്സ് ഒന്നും അല്ലല്ലോ, ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നല്ല റൂമൊക്കെ വേണമായിരുന്നു സ്റ്റേ ചെയ്യാന്നുള്ള തീരുമാനം തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല റൂം വേണമായിരുന്നു, അങ്ങനെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇത് രാവിലെ ആയപ്പോഴാണ് തണുപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഉറങ്ങണം. പൊതിച്ചിട്ടൊന്നും തണുപ്പൊന്നും മാറണില്ല. നേരെ വെളുത്തപ്പോഴാണ് നമ്മൾ അറിയണത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരിക്കലും ഇതൊന്നും നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലത്തെ ആ ബ്യൂട്ടി അല്ല, ശരിക്കും അത് നമ്മളെ കണ്ണുകൊണ്ട് കാണണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. എന്തായാലും ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നുള്ളൊരു ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഏരിയാസൊക്കെ കണ്ടിട്ട് ഇത് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവരൊക്കെ ഇതിവിടെ വളർത്തുന്നതാണ് തോന്നുന്നു. കൊടൈക്കനാലിൽ വന്നപ്പോൾ ഒരുപാട് കണ്ടത് ഇങ്ങനെ കുതിരകളെയാണ് കേട്ടോ. അങ്ങനെ വേറെ സ്ഥലത്തൊന്നും പോയപ്പോൾ കുതിരകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോ അതിൻ്റെ റൈഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നുള്ളതല്ലാതെ ഇതുപോലെ ഇങ്ങനെ മേയാനൊന്നും വിട്ടതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടുന്നാണ് ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത്. അതേപോലെ അവിടെ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഒരു സമ്പ്രദായം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് രാവിലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ച് കൊടൈക്കനാൽ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്തിട്ടാണ്. പൂണ്ടി പ്രത്യേകിച്ച് കൊടൈക്കനാലിൽ ഒരുപാട് കണ്ടത് കുറേ ഫ്ലവേഴ്സ് നമ്മൾ വരുന്ന റോഡരികിലൊക്കെ നല്ല കണ്ടായിരുന്നു. പിന്നെ പൂണ്ടി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതൊരു കുഞ്ഞ ഗ്രാമമാണ്, അതിൻ്റെ അതായ ഭംഗി, ഒരു ഗ്രാമത്തിൻ്റെ ആ ബ്യൂട്ടി, ആ കൃഷി കാര്യങ്ങൾ വേറെ ഭംഗി തന്നെയാണല്ലോ. നമുക്ക് ചായ കുടിക്കാം. ചായ ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. 3 ചായ കുടിച്ചിട്ട് ഇങ്ങോട്ടുള്ള ചെടി അവിടെ കണ്ട പൊന്തകാടൊക്കെ പറിച്ച് വണ്ടിയിലാക്കിക്കണേ. 2.0 ആണ് അനുഷാന്റെ ഉമ്മ. ഞാൻ ഉമ്മാന്റെ കൂടെ കൂടി കുതിര സീനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ പൂ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഗായ്സ്. ഇപ്പൊ ഇതിന്റെ അടുത്താ ഞങ്ങൾ ചായ കുടിക്കണം. ചായയുടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പൂണ്ടി മൊത്തം കാണാൻ. എത്രാമത്തെ ചായയാണ്? 3 ചായന്റെ ടേസ്റ്റ് കൊണ്ട് 3ാമത്തെ ചായ. മൂന്നാറിലോ? ഇവിടുന്ന് 3 മണിക്കൂർ കൂടി ഓടിയിട്ടുണ്ടെങ്കിൽ നേരെ മൂന്നാറിലാണ് എത്തുന്നെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. കുതിരന്റെ വരവ് എത്ര പന്തി പേരാണ്, നല്ല വരവ് വരുന്നുണ്ട്.
ചൂട് ചായ നല്ല തണുപ്പത്ത് ചൂട് ചായ കുടിക്കുമ്പോ എന്താ അവസ്ഥ കുടിച്ചവർക്ക് മനസ്സിലാവും. നല്ല തണുപ്പും ചൂട് ചായ ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ ചായ വെള്ളം ചെറിയ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചായ മനസ്സിലൊരു തൃപ്തി ഉണ്ടാവില്ല. ചായയും പിന്നെ ഇവിടെ ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറുകടികൾ തന്നെ ഉള്ളു. ബിസ്ക്കറ്റ് കുറേ ഐറ്റംസേ ഉള്ളു. കോട്ടേജിന്റെ ഒക്കെ പണി നടന്നു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെടി പറിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടല്ലേ എന്ന് വിചാരിച്ച് നല്ല പറിക്കുന്നുണ്ടേ. ഒരു കാട് ഇളകിയിട്ട് പോകും വീട്ടിക്ക്, അതുണ്ടാവുക. ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ, അപ്പം ഞാനത് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി ഫുൾ സപ്പോർട്ടിൽ പറിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഡ്രസ്സിലാക്കണ്ട, ട്യൂബിലിടരുത് എന്നാണ് പറയണത്. ഉമ്മ പറയണ ഉമ്മാനെ യൂട്യൂബിൽ ഇടരുത് എന്ന്. ഉമ്മ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് നോക്കും ഉണ്ടാവോ ഇല്ലേ, എന്നിട്ട് വേണം അടുത്തൊരു വരവ് വരാനല്ല. കൊട്ടേണ്ടി വെച്ചിട്ട് വന്നാലോ അടുത്തത് ഇവിടെ കൊണ്ടുപോവാന്ന്. എന്തായാലും നല്ല സൂപ്പറായി എന്നാണ് ഉമ്മാൻ്റെ അഭിപ്രായം, ഉപ്പാൻ്റെ അഭിപ്രായം. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിന്ന് മാത്രമല്ല നല്ല തണുപ്പ്. ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങനെ സൺസെറ്റ് അപ്പൊ നല്ലൊരു തണുപ്പിലാ. പൊടിയില്ല പറഞ്ഞു വണ്ടി പോകുമ്പോ. അപ്പൊ നല്ല പൊടി. ക്ലാവരോ ഇയാളായിട്ട് കമ്പനി നിൽക്കുന്ന ആളാ വീടാ. ഇനി നമുക്ക് കേരളം കിട്ടണമെങ്കിൽ ഇങ്ങനെയാണോ റൂട്ട് വരുന്നത്? അതാണോ കേരളത്തിന്റെ ബോർഡർ? അതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണു ഇവിടെ? ഓണർ. ഓക്കെ, ഇമ്മ മിക്കവാറും ഗ്രാമം മൊത്തം വാങ്ങും. പൂണ്ടി വിലക്ക് വാങ്ങണമ്മ. പൂണ്ടി കുറച്ച് സ്ഥലം വാങ്ങണം. പൂണ്ടിന് ഇതാണ് പൂണ്ടി. പൂണ്ടിന്ന് 7 കിലോമീറ്റർ. ഇങ്ങൊരു എന്താ ക്ലാവറെ. ഓക്കെ, ഇത് പൂണ്ടല്ലേ ക്ലാവറെ. പൂണ്ടിന്ന് 7 കിലോമീറ്റർ. 6 മോളില് നല്ല വില്ലേജുകളൊക്കെ ഉണ്ട്. അല്ല ഇതൊക്കെ എന്താണ് വെളുത്തുള്ളി? നമ്മളവിടൊക്കെ കണ്ടോണ്ടിരിക്കണ ചെറിയ വെളുത്തുള്ളിയാണോ? ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇവിടെ ഉണ്ടാവില്ല. പട്ടാണി ഇവിടെ അങ്ങനെ ഉഴുത് മറിക്കാം. നിങ്ങൾ ഉണ്ടാക്കി വെക്കോ? ഉണ്ടാക്കിട്ട് ഇവിടുന്ന് മാർക്കറ്റിൽ. അല്ല, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചാ പോരാ? പൈസ കൊടുത്ത് വാങ്ങണ്ടല്ല? അതും എല്ലാ ടൈം കിടക്കാது. അപ്പൊ പൈസ കൊടുത്ത് വാങ്ങില്ല. അത് വെളുത്തുള്ളി പണിയെടുക്കും. വില്ലേജില இருக்கு. வண்டியில வந்து பாருங்க. ஓகே ഓക്കെ, മോള് നല്ല വ്യൂ എന്നാ പറയണതായാലും. ഇവിടെ എന്തൊക്കെയാ? ഉരുളൻകിഴങ്ങോ പിന്നെ വെളുത്തുള്ളി, ക്യാരറ്റ്, പട്ടാണിക്കടല, അതൊക്കെയാണ് ഇവിടുത്തെ കൃഷി.
അതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യണത് എന്നാണ് ആള് പറഞ്ഞത്. അതാ വരുന്നു ഞങ്ങളുടെ ഉപ്പാന്ന്. കാട്ടുപോത്ത് വേറെ തന്നെ ഇപ്പൊ ഇന്നലെ കണ്ടത്. മരങ്ങൾ പറിക്കണ വണ്ടിയിൽ സ്ഥലമില്ല. അടുത്ത പ്രാവശ്യം ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം. പുതിയ പുതിയ റൂംസിന്റെ ഒക്കെ ഉണ്ടാവും. രക്ഷയില്ല. ഞങ്ങൾ ചെടി പോവാണ്. എന്താണ് ഫുള്ള് ഈ പൂണ്ടി ഇവിടെ മൊത്തം വാങ്ങിക്കുകയാണെങ്കിൽ എത്ര സന്തോഷം. ഇവിടെ ഒരു പ്രോപ്പർട്ടി എടുത്താലോ? എന്താ എന്റെ അഭിപ്രായം? ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേങ്ങിയാലോ? ഇവിടെ സെന്റിന് എത്ര ചോദിച്ചിടാ എനിക്ക്? എന്നാലും ഇമ്മാക്ക് ഈ ചെടിയൊക്കെ ഇവിടെ കൃഷി ചെയ്യാം. ഒരു നാട്ടില് നമ്മളവിടെ നഴ്സറി തുടങ്ങും. എന്നിട്ട് അങ്ങനെ നമ്മള് ഭയങ്കര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെ സ്ഥലം താമസം മണ്ണൂർ. അവിടെ ഇതായിരുന്നു ഞങ്ങൾ വന്ന രഥം. ഇത് എടുത്ത പണിക്ക് വന്ന അണ്ണാച്ചി. ആരെ അണ്ണാച്ചി? നിങ്ങളുടെ ഊരെങ്കർക്ക് ഏതാണ്? ഏത് നീല സീറ്റ് ഇട്ടിട്ടില്ലല്ലോ. അവിടെ നമുക്ക് അങ്ങോട്ട് പോടാ. ഇവരാരും അങ്ങോട്ട് വരുന്നുണ്ടോ? ഇവർക്കൊന്നും ഒരു വൈബില്ല. എനിക്ക് വൈബിനെത്ത ഒരാളെ കിട്ടിയില്ല. ഞാൻ വൈബിനെത്ത ഇയാളെ കൂട്ടിയാലോ എന്ന് ആലോചിക്കണം. പക്ഷെ ഞങ്ങള് നല്ല ആരോടും കിട്ടാതെ ഇറച്ചിനും മൂത്തച്ചും വൈബ് ഞങ്ങൾ ആ കുടിലേക്ക് അയാളോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ചിലപ്പോ ഞങ്ങൾക്ക് നല്ല ചീത്ത കേൾക്കും, ചിലപ്പോ ഒന്നും പറയില്ല. ചീത്ത എന്റെ അവൾ മാത്രമേ പറയൂ. ഇതാണ് ആരിസ്. നമുക്ക് കുഞ്ഞെന്ന് പറഞ്ഞ മോശമാണ്. യൂട്യൂബിൽ കുഞ്ഞെന്ന് പറയല്ലേ. പക്ഷെ ഞാൻ അവനെ പണ്ട് വിളിച്ചിരുന്ന ആരിസെന്നാണ്. ഇപ്പൊ ഞാൻ എല്ലായിടത്തും കേട്ട് കുഞ്ഞു ഇപ്പൊ എനിക്ക് കുഞ്ഞിന് എടുക്കാൻ മടിയാ. പക്ഷെ പണ്ട് എനിക്ക് കുഞ്ഞിന് പറയുമ്പോ എന്തോ പോലെ ആയിരുന്നു. ഓ ഇവിടുന്നുള്ള ഒരു വ്യൂ നോക്ക്, സീന്. സൂമൊന്നും ചെയ്യണ്ട, എല്ലാത്തന്നെ എന്തൊരു ഭംഗിയാ. ഇവർക്ക് ആകെ സോക്കാണ്. സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. 1x 2x 3x ഇല്ലാത്ത എന്ത് ബാക്കിയുണ്ട്. ഇവൻ ചാതി. ഇവന്റെ കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്ട് ഓൻ ഇവിടുന്ന് ഫുൾ ചാതി ഗൈസ്. ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും. പക്ഷെ എനിക്ക് പേടിയാ. അവിടെ ആയിരിക്കണം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമുക്ക് കാക്കൂന്ന് വിളിച്ചോക്കാം. അവിടെ ഒക്കെ കണ്ട പുക പോണ. അവിടെ എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കുക, എന്തോ ഒരു എന്താ പറയാ, ഒരു രക്ഷയില്ല ഇവിടെ നാട്ടിലുള്ള വ്യൂ. ഓ സീന് അത് കാണാൻ പറ്റുന്നുണ്ടാ? ഞാൻ പറയണ എല്ലാരും കൊടൈക്കനാൽ മസ്റ്റ് ചെയ്യാ. ഊട്ടിയിലൊന്നുമില്ല ഇപ്പൊ ഫീൽ ചെയ്യണം. ഇവിടെയൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളുണ്ട്. റീലൊക്കെ കണ്ടതിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങള് പൂണ്ടി വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ ഞങ്ങക്ക് രാത്രി റൂം ഇട്ടാതിരുന്നപ്പോ വിചാരിച്ച് പൂണ്ടില് വരണ്ടായിരുന്നു, ടൗണിൽ എവിടെ നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ. കാരണം ആണുങ്ങൾ മാത്രം, ബാച്ചിലേഴ്സ് മാത്രമൊക്കെ ആണെങ്കിൽ ഇത്രക്ക് സീനില്ലല്ലോ. ഫാമിലി ആയിട്ട് വരുമ്പോ റൂം കാര്യങ്ങളൊക്കെ
അപ്പൊ ഞങ്ങള് 2-3 റൂം നോക്കി. അവസാനം ഒരു മലയാളീസ് ഇവിടെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരെ കണ്ടിങ്ങനെ അവര് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പൂണ്ടി ടൗണിൽ വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നെ. എന്തായാലും നല്ലപോലെ ഉറങ്ങാനായി. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് മാനിച്ച് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വരാമെന്ന് സമ്മതിച്ചു. എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്ന് പറയുന്നത്. എനിക്ക് തണുപ്പ് പോയി ചൂട് തണുപ്പ് പോയി എന്ന് പറയില്ല. എങ്ങനെ വെച്ചാല് നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത അല്ല, അങ്ങനല്ല, ചൂടും തണുപ്പും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ്. അതൊക്കെ അവിടെ റിസോർട്ടിന്റെ പണി നടക്കുക തോന്നുന്നു. അതാ കണ്ട ഒരു കോട്ടേജ് പോലെ പക്ഷേ നമ്മളിപ്പോ നിന്നതാണ് ഏറ്റവും കുഴപ്പമില്ലാത്ത ഫാമിലിക്ക് വന്നിട്ട് നിക്കാൻ പറ്റുന്നത്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ചെക്കന്മാര് വന്നിട്ട് സ്റ്റേ അടിക്കാൻ പറ്റും. ബാച്ചിലേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകാമെന്ന് അക്സെപ്റ്റ് ചെയ്തത്. കാരണം അത് അവിടുന്ന് കാണുമ്പോൾ അത്ര വ്യൂ ഒന്നും ഇല്ല എന്നുള്ള ചിന്തയില്ല. പക്ഷെ ഇവിടുന്ന് ഇപ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, വാവ്, നല്ല ഭംഗിയുണ്ട്. അത് നോക്കൂ, എന്തൊരു ഭംഗിയാണ് കാണാൻ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് അങ്ങോട്ട് ആ കുടിലുകൾക്ക് പോകാനുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇതെന്തോ പയർ കൃഷിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പയർ കൃഷി തന്നെ തോന്നുന്നു. ഉണ്ട്. നോക്കി നടക്കണം. നോക്കി അങ്ങനെ മോന്ത കുത്തി വെക്കുന്നുണ്ട്. എവിടുന്നോ ആർസിന്റെ സൗണ്ട് എവിടുന്നോ കേൾക്കുന്ന പോലെ ഇവിടെ നിൽക്കണ്ട. അതായിരുന്നു നമ്മള് അവിടുന്ന് വന്നപ്പോൾ ആ ഒരു ചെറിയ കുടില് കണ്ടിട്ടുണ്ടായില്ല. അതാണ് തോന്നുന്നത് ഇതിന്റെ എൻട്രൻസ്. ഈ ഒരു 3 കുടിലോള് അവിടെയാണ് തോന്നുന്നുണ്ട് അതിന്റെ കൗണ്ടേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. എന്തൊക്കെ പറയാ, എന്തായാലും സീനിയർ സ്ഥലം. ഇതൊക്കെ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. വയനാട് ഒരിക്കൽ ഞങ്ങൾ പോയപ്പോ വയനാട് ഉണ്ടായി, എന്താണ് ഊര് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേ ഒന്നുമില്ല. എന്ന പോലെ ഈ കുട്ടികളൊക്കെ നല്ല ഭംഗിയുണ്ട്. അല്ലോ, നായി കാക്കുന്റെ കൂടെ വരുന്നേ. അവിടെ ഇറങ്ങാൻ പറ്റൂല എന്നാ പറയണേ. നായ ഉണ്ടായതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഞാനും അവിടെ ഇറങ്ങണില്ല. ഇവിടെയൊക്കെ കണ്ട അങ്ങോട്ട് തന്നെ പോവാ. ഈ ഫ്ലവർ ഞങ്ങളവിടെ ഉണ്ട്. ഇതിന്റെ പിങ്ക് എളാപ്പാടുണ്ട്. ഇതിന്റെ എല്ലാം ഇതോടെ ഇതുമ്മ കാണണ്ടാത്ത മരത്തോടൊക്കെ പറിച്ചു. വണ്ടിയിൽ സ്ഥലമില്ല. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ രക്ഷയുമില്ല. ഇനിയാണ് ഗൈസ് ഞങ്ങളെ ക്യാമറാമാൻ. അപ്പോൾ ഓനെ കൂടെ നമുക്ക് വിറ്റടിക്കുക. ഈ പൂവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുപോകണം പറയും. അത്രക്ക് ഭംഗിയുണ്ട്. ഇത് കണ്ടോ ഗൈസ്, എന്തൊരു ഭംഗിയാ. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ്മ അങ്ങോട്ട് കൂടി. അപ്പൊ കുഞ്ഞു പറഞ്ഞാൽ ഇതെന്താ കാട് ഇളകി വരുന്നതാണ്. ആ സീന് ഈ നായി ഞാൻ നേരത്തെ കണ്ടത്. ഇത് കടിക്കോ റബ്ബേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇതുണ്ടോ ഇവിടൊക്കെ സ്റ്റേ ഉള്ള സ്ഥലങ്ങള്. അങ്ങനെ ഇവിടെ കാണാൻ എനിക്ക് അവിടെ കൂടെ കോട
കത്തിച്ച് പോകുന്നില്ലടാ, കോടയാണ്. പോ ഉമ്മ പറയാ ഈ ചെടിയൊക്കെ വരച്ചു തരാൻ. എന്നാ പിന്നെ അങ്ങനെ ആ ആഗ്രഹം സഫലീകരിച്ചു ഗൈസ്. നല്ല വഴിയുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല വ്യൂ അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ മിസ്സായത്. എന്തൊക്കെ പൂക്കളാണ്. അത് പുകയാണെന്നാണ് ഇവര് പറഞ്ഞു. ഞാൻ അതേ കോടയാണെന്ന് കരുതി. ഞാൻ തെറ്റിദ്ധരിച്ചു. അയ്യോ, ശരിക്കും തെരഞ്ഞെടുപ്പത്തെ പോലെയല്ല. നല്ല ശ്വാസം കിട്ടും. ഇത് മുന്തിരിവള്ളിയ, ഇതെന്താ സർവത്തുകായ്. എന്താ പറയാ, സർവത്തുകായിനാ. നിങ്ങളവിടെ എന്ത് പറയും? ഇത് വേറെന്തോ പേരില്ലേ? സർവത്തുകായല്ല, എന്താ പറയാ, ഫാഷൻ ഫ്രൂട്ട്. പച്ചയാണ്. പോത്താണെങ്കിൽ മൾട്ടാമായിരുന്നു എന്നാണ് അഞ്ഞന്റെ ഏട്ടന്റെയും നിഗമനം. ഗ്രാമം മൊത്തം പറിച്ചു പോണ ഉമ്മ എന്ത് പറയുമ്പോൾ പറിച്ചത് കുഴപ്പമില്ല പറയുന്നത്. I love you. സന്തോഷമുണ്ടോ? ആ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള സന്തോഷം ഉണ്ടല്ല. ആ മരം മൊത്തം പറിച്ചു വരാനാ പറഞ്ഞത്. പക്ഷെ അതിന് ലോറിയിട്ട് വരണ്ടേ. നമുക്ക് ഉടനെ തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടൊക്കെ കണ്ട് വീട്ടിൽ പോണ്ടേ. ഇവിടെയുള്ള ഏകദേശം ചെടി മൊത്തം പറിച്ച് ഡിപ്പിലാക്കിയിരുന്നു. തോർത്തിട്ട് മൂടണം. തണുപ്പ് വേണ്ടടി. ആർക്ക് തണുപ്പ് വേണ്ടേന്ന്. എന്റെ വെള്ള തോർത്ത് ഇന്ന് ഇതെന്ത് ചതിയാ. എന്റെ വെള്ള തോർത്തിട്ട് നല്ല മൂടല് ചളിന്ന് കുറച്ച് ചെടി നോക്കട്ടോ. എന്റെ നല്ല ഭംഗിയുണ്ടോ കൂടി കാണാല്ലേ. ചെടി പറിച്ച് ക്ഷീണം വെച്ചാണ്. വെള്ള കൈസായിട്ടുള്ള ഒരു ഫ്രിഡ്ജിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഫാൻ നമ്മൾ നിന്ന റൂമില് ഫാൻ ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, AC ഇല്ല, ഒന്നും വേണ്ട. അത്രക്ക് നല്ല ക്ലൈമറ്റ്. പക്ഷെ ദാഹം ഉണ്ട് എന്നാണ് കൊണ്ട് പറയുന്നത്. ഒന്ന് ടിന്നടക്കം കുടിക്കും, ഒരു ക്യാൻ അടക്കം. ഒറ്റ ഇരിപ്പില്ല. ഉമ്മാക്ക് സീമാന്റെ പൂച്ചക്കുട്ടീനെ നോക്കാൻ ആളില്ല. വേഗം പെരയെ പോണം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങള് നേരെ പെരയെ പോവാണ്. പെര പോലെ നമുക്ക് ഇവിടെ കാണാം. അതിന്റെ ക്ലൈമറ്റ് ആണിത്.
ആ വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റാർട്ടിങ് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിർത്തിയാലോ? പൂവിന്റെ ഒരു നാച്ചുറൽ ഗ്രാമം, ഒരു വില്ലേജ് ആണ്. അതാണ് അതിന്റെ നാച്ചുറൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം, ഫ്ലവേഴ്സ്, ഈ കുന്നുമലയൊക്കെ. രക്ഷയുമില്ല. അടിപൊളി സ്പോട്ടാണ് ഗായ്സ്. വെള്ളം ഒഴുകണം കാണണട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആണ് എന്നാണ് കുഞ്ഞൂടെ അഭിപ്രായം. എല്ലാരും അഭിപ്രായവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വന്നിട്ട് ഒരു ഇത് എന്താ പറയാ, നമുക്ക് എന്താ പറയാ, ഒരു മോശം ഫുഡായാലും നമ്മൾ നിന്ന് കോട്ടേജ് ആയാലും പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും നമുക്ക് കറക്റ്റ് നിസ്കാരം കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടി. പിന്നെന്താ പറയാ, ഏറെക്കുറെ നമ്മൾ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാല് റൂമിന്റെ ഒരു ചെറിയ ഇഷ്യൂ വരും. ഇവിടെ നല്ലൊരു കോട്ടേജ് ഫാമിലിക്ക് സെറ്റ് ആയിട്ട് നല്ലൊരു എന്താ പറയാ പ്രകൃതിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റി, കോട്ടേജ് സെറ്റായി. പിന്നെ അതുപോലെ എന്താ പറയാ, ഇനി മുമ്പോട്ടുള്ള യാത്ര നമുക്ക് നോക്കട്ടെ എന്താണ് ബാക്കിയുള്ളത്. നമുക്ക് രാത്രി വന്നതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ഇരുട്ടേനും ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്ക് ഈ ലൊക്കേഷന്റെ ഭംഗി. നല്ലൊരു ചൂടും നല്ലൊരു തണുപ്പും അങ്ങനത്തെ ഒരു നല്ല ഇവിടെ ഫുള്ള് ഈ തട്ടുകെട്ടായിട്ട് കാണുന്ന അവിടെയൊക്കെ കൃഷികളാണ് മെയിനായിട്ട്. ഇതാണ് അതെന്താ നോക്കി, മുരിക്കോ? മുരിക്ക് എന്ന് പറഞ്ഞ എന്താ? മൊയലിനോ? ഓക്കെ, മൊയലിന്റെ ഇവിടെ കുതിര മേയുന്നുണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം. മേയ്കല്ല, മേയ. എടാ എന്തൊരു ഭംഗിയാ. മിക്കവാറും വാട്ടി എത്രക്ക് ഭംഗി. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വെള്ളത്തിനൊരു ക്ഷാമുണ്ട്. നല്ല വെള്ളം കൊണ്ട് വണ്ടിയിൽ ഇന്നലെ രാത്രി വെച്ച് നേരം വന്നപ്പോൾ ഫ്രീസ് ആയിട്ട് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ പറ്റും. ചൂടുള്ള വെള്ളത്തിന് ആ ക്ഷാമം. വെള്ളം നമ്മളിവിടെ ആക്കണം. ഫ്ലാസ്ക് ആയിട്ട് പോരെ അടുത്ത ട്രിപ്പിന്. ഒരു രക്ഷയില്ലാത്ത സീനറി, ഒരു രക്ഷയില്ലാത്ത ചെടി. ഉമ്മാക്ക് ഇവിടെ മെയിൻ ആയിട്ട് ആദ്യം ഇഷ്ടപ്പെട്ട ചെടി പൂക്കളാണ്. ഇത്ര മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത് അത് ശരിയാ, പൂക്കൾ തന്നെയാണ് എല്ലായിടത്തും. ഇത്രയും ഭംഗിയായിട്ട് എന്തുകൊണ്ടാ ചെടി മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല.
ചോറ് രാവിലത്തെ ചായക്ക് സ്കൂളൊന്നും കുടിക്കണം. ക്ലൈമറ്റ് ചെറിയ ടൗണ്. ഇവിടെ ലേസൊക്കെ കിട്ടും. കുട്ടികളൊക്കെ പീടികയിലൊക്കെ മുട്ടായി വാങ്ങണം. നേരെ രാവിലെ തന്നെ നമ്മളെ ശ്രദ്ധിക്കൂല, വണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലെ വന്ന അങ്ങാടി തന്നെ ഇതാ SM ഹോട്ടൽ. എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചാലോ? വല്ല കടയിലല്ല. അതോടെ അങ്ങനത്തെ പുല്ലുള്ള ഏരിയയിലൊക്കെ കുറച്ചും കൂടിയാണ് മൂവ് ചെയ്ത്. തണലുള്ള സ്ഥലം നോക്കിയിരുന്നത്. ഒരു സ്മെല്ലില്ല. ഞങ്ങള് ഫുഡൊക്കെ വാങ്ങി നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ? വാങ്ങി പോകുന്ന നല്ല ഇഡ്ഡലി, ദോശ, ചമ്മന്തി. പഴയ ഹോട്ടലിൽ നമുക്ക് അതിനേക്കാൾ എന്തെങ്കിലും പച്ചപ്പുള്ള ഏരിയയിൽ ഇരിക്കണല്ലേ ബെറ്റർ. പച്ചപ്പുള്ള ഏരിയ ടൈമിൽ അതൊക്കെ അതെന്താ സ്കൂളാണേ? അതൊക്കെ ആൾക്കാർ ഇങ്ങനെ പുറത്തിരിക്കണേ. അള്ളാഹുവേ, എന്റെ ഇഡ്ഡലിയായിട്ട് കുരങ്ങൻ പോവല്ലേ. എന്റെ ഇഡ്ഡലിയിൽ മന്ത്രിച്ചു തോന്നുന്നു. എടാ അത് കോളേജാ തോന്നണല്ലേ? രാവിലെ കാണുമ്പോ കിലോമീറ്റർ. എടാ ഇതും ഒരു ഹെയർപിൻ ഇതാണ്, ചൊരം ചെറിയ ടൈപ്പ്. മറ്റേ മഞ്ഞ് വീണ് ഇങ്ങനത്തെ ഒരു ഇല ഇതാ, ഇങ്ങനത്തെ ഒരു ഇല തന്നെയല്ല മറ്റേ ക്രാഫ്റ്റ് വർക്കിലൊക്കെ സൈഡില് ഡെക്കറേഷൻ വെക്കണം. കോളേജാണല്ലോ അത്. എന്താ വട്ടമേശ സമ്മേളനം അവിടുത്തെ കോളേജില്? കോളേജ് സ്കൂളാണ്. സ്കൂൾ സോൺ സ്കൂളാണ്. അത് പൂക്കാലിന് 19 കിലോമീറ്ററും പിന്നെന്താണ് പൂമ്പാറ കൊടൈക്കനാൽ. അതന്നെ മന്നവന്നൂർ അവിടെ തന്നെയാണ് ലൈക്ക് ഉള്ളതെന്നൊക്കെ അവിടുന്ന് പറഞ്ഞു. ഇത് സ്കൂളാണ്. കുട്ടികളൊക്കെ അതാ വട്ടമേശ സമ്മേളനം. അതൊക്കെയാണ് അവർക്കുള്ള മരങ്ങള്. കുഞ്ഞോ വീഡിയോയില് ഫുള്ള് കുഞ്ഞു. ഓടാ വീടുമ്പോ നോക്കാ ഫ്ലവർ ഇങ്ങനെ. ഇവിടെ റോഡ് പണി നടക്കണം, അതുകൊണ്ടാണ് റോഡ് ഇങ്ങനെ. അതോ മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ മറ്റേ റോഡില്ല, ഏത് ഇവിടെ വെയിലാടും.
എല്ലാ വൈപ്പിനും ഒത്തൊരു അമ്മായിമ്മ പശുവൊക്കെ മേയാൻ പോവാണ് എല്ലാവരും പോയി കഴിച്ചു വരുന്നു. അങ്ങനോട്ട് പോകാൻ നോക്കുവാണെങ്കിൽ പാചകം പറഞ്ഞില്ലേ ഓ പറഞ്ഞത് നമുക്ക് മേലേക്ക് ഇനിയും പോവാം സ്ഥലങ്ങളിൽ കാണാം. പക്ഷെ ഇവിടെ സ്കൂളാണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇവിടെ ഇറങ്ങി ഫുഡ് കടയിൽ നിന്ന് കഴിക്കാറുണ്ട്. പാർസൽ വാങ്ങിയിട്ട് നല്ലൊരു ക്ലൈമറ്റുള്ളടത്ത് വന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഈ മരം കൊണ്ടാണോ അതാ മഞ്ഞ ഒക്കെ കൊണ്ടുപോകണം. ഒക്കെ ലേസം ഒടിച്ചിട്ട് കൊണ്ടുപോവാ കുഞ്ഞു മഞ്ഞ ലേസം ഒടിച്ചിട്ട് കൊണ്ടുപോവാ. അടുത്തൊരു ചേച്ചി ഇത് വിറകായിട്ട് വരുന്നേ. സ്കൂളാണ് അവിടെ. ടീച്ചറാണ് തോന്നുന്നത് ഇരിക്കുന്നത്. ടീച്ചർ തന്നെ. ടീച്ചർ ചീത്തറിയുണ്ട്. ഓടല്ലടാ കാല് കേടിരുന്നു. കാട്ടി അപ്പടിയൊന്നും സംഭവിക്കാതെ ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ ഒരു ഫുഡ് പറയുമ്പോ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഞമ്മക്ക് വന്നിട്ട് നല്ല ഫുഡ് കിട്ടിയില്ലേ? കഴിച്ചതൊക്കെ ഇന്നലെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ കിട്ടി. പക്ഷെ ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആവും ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാല്. നമുക്ക് പറ്റാത്തൊരു. പക്ഷെ ഫൈനലി നമ്മൾ മന്നവന്നൂരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാവും. ഭയങ്കര കൃഷി ചെയ്തിട്ട് കച്ചവടം അതൊക്കെ വെളുത്തുള്ളി മാങ്ങൊക്കെ നല്ല മാങ്ങ കിട്ടിയിട്ടാവും. നല്ല വാടിപ്പോയി. നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇവിടെ നല്ല വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളി കൃഷി ചെയ്ത് പറിച്ചോളൂ. അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഈ സംഭവമായിട്ട് നല്ല ഇവിടെ ഉണ്ടാക്കുന്ന നാടകമാവും. റേറ്റ് ഒക്കെ ചോദിക്കണ്ടോ? ലൊക്കേഷൻ എൻട്രി ഫീ വരുന്നത് പെർ പേഴ്സൺ 20 അപ്പൊ നമ്മള് ഷീപ്പ് ഫാമിലേക്ക് കയറാൻ പോവാണ്. എൻട്രി നേരെ കയറി നമുക്ക് ഇവിടെ ഒക്കെ നടന്ന് കാണാം എന്തൊക്കെയുള്ള കാണിച്ചു.
ഇവരാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ താരങ്ങൾ. ഇതാണ് ബെസ്റ്റ് വ്യൂ. ഇവരെ കൂട്ടുന്ന വിടുമ്പോഴുള്ളൊരു സീനുണ്ട്. അവരിങ്ങനെ ഓടിപ്പോണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവരിപ്പോൾ അവരെ ഭക്ഷണത്തിന് ടൈമായി. നമ്മൾ ഒന്നുകിൽ രാവിലെ ഏകദേശം 9 മണീൻ്റെ മുന്നായിട്ട് വരണം, ഇല്ലെങ്കിൽ ഈവനിങ്ങിൽ 4 മണിക്ക് ശേഷം, 4 മണി ആ ടൈമാണെന്ന് തോന്നുന്നു. അവർ ഫുഡ് കഴിച്ച് പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് അവരെ കൂട്ടിലേക്ക് വരുന്ന ടൈം. ഒന്നിച്ചിങ്ങനെ പോണത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ആ ഏരിയയിൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിൽ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കണ്ടതിൽ ഭയങ്കര ഫേവറേറ്റ് ആയൊരു സ്ഥലം ഈ മന്നവന്നൂരിലെ ഈ ഷീപ്പ് ഫാമായിരുന്നു. അത് ടോട്ടലി നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. കൊടൈക്കനാലിൽ വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ്. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവിടുത്തെ ഒരു വ്യൂവും. അതുപോലെ ഈ ആടിനൊക്കെ കാണാനൊക്കെ അവരിങ്ങനെ കൂട്ടായിട്ട് പോണതൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കര ക്യൂട്ടാണ്. ആ സമയത്താണ് അവർ കൂട്ടിലാക്കുന്ന ടൈം. അപ്പൊ അവരിപ്പോ അത്രയും ലോങ് പോയിട്ടുണ്ട്. ഇനി അവിടെ ആ ഏരിയ മൊത്തം അവർക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ്. വേണേ വെള്ളം കുടിക്കാം, വെള്ളമുണ്ട്. അടുത്ത ആടിന്റെ കൂട്ടത്തിലോട് വീട്ടിൽ നമുക്ക് പോയി നോക്കാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, മൊയിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ. നമുക്ക് ഈ ഭംഗിയുള്ള റിവറും ഈ മലനിരകളൊക്കെ കണ്ടിട്ട് നല്ലൊരു കാറ്റ്, കൂളായിട്ടുള്ള നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് വേണ്ടിച്ചാ ഇപ്പൊ കൊടൈക്കനാൽക്ക് പോയി. നല്ല സൂപ്പർ ക്ലൈമറ്റ് പറഞ്ഞ സൂപ്പറാ. അതുപോലെ തന്നെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നമുക്കൊരാളുടെ നമ്മളെ പിക്ചറൊക്കെ പ്രിന്റ് ചെയ്ത് വരച്ചു തരും. ഡ്രോയിങ് അല്ലേ, നമുക്ക് നമ്മളെ പിക്ചറൊക്കെ ഇവിടെ ഡ്രോ ചെയ്ത് തരും. അപ്പൊ തന്നെ നമ്മളെ കണ്ടിട്ട് ആരിസ് ഇവിടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മെയിനായിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്, ഇവിടെ വരുന്നവർക്ക് വല്ല ബാലി മാൽദീവ്സ് ഒക്കെ പോണേ വൈബിലുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടാ വന്നിട്ട്. നല്ല തണുപ്പ്, ഇവർക്കൊന്നും തണുക്കണില്ലേ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഇവിടുത്തെ ലൊക്കേഷൻ വൈബൊന്നും ഒരു രക്ഷയില്ല. $100 ആണ് ഇത്ര ഒരു ഫേസ് വരയ്ക്കാൻ 100. ഓക്കെ, എൻ്റെ വരയ്ക്കണോ? ഇനി വേറെ എന്തൊക്കെയല്ലേ ഇതൊക്കെ ഉണ്ട് പറഞ്ഞു, റാബിറ്റ് ഒക്കെ അവിടൊക്കെ പോയി നോക്കാം. റാബിറ്റ്, ഇവിടെ കുറെ റാബിറ്റുകളുണ്ട്. സൈഡില് കുറെ ആടുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സൈഡിലിട്ട് അത് പറ്റുന്നത് എന്തോ വെള്ളം കുടിക്കാൻ ഞാൻ കൂടാണിത്. നല്ല രസമുണ്ട് കാണാൻ. എന്നുവെച്ചാൽ ഇവിടെ ഒരു വേലി കെട്ടിയിട്ട് ചുറ്റോളം ആടുകൾ അതിന് ഭക്ഷണവും അതിന്റെ വെള്ളമൊക്കെ കുടിക്കട്ടെ. നല്ലൊരു എന്താ പറയാ, മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ സ്ഥലം. മസ്റ്റായിട്ട് വാച്ച് ചെയ്യണ്ട. കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ സ്ഥലം മസ്റ്റായിട്ട് വാച്ച് ചെയ്യണ്ട. പിന്നെ ആളോട് ചോദിച്ചത് അപ്പൊ അടിപൊളി സ്ഥലം, ഇവിടുന്ന് ഒരു ഫോട്ടോ മസ്റ്റാണ്. അതെ ഇപ്പൊ കാര്യമില്ല. പക്ഷെ ഇവിടെ this is not Kotland, this is കൂക്കല്ല, ഇത് പൂണ്ടിയല്ല, ഇത് മഞ്ഞ. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. നല്ല എന്താ വെച്ചാല് ഇവിടെ എന്താ വെച്ചാല് ഈ പ്ലാസ്റ്റിക് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു വൃത്തിയുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു പ്രകൃതി രമണീയം തന്നെ വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്.
അങ്ങനത്തെ ഒരു സ്ഥലം തന്നെ, ഒന്നും ചെയ്യാല്ല നമുക്ക്. ഇത് നമ്മളിപ്പോ വെയിലത്താണെങ്കിൽ സോളാറൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമറ പിന്നെ റാബിറ്റിനെ കാണാൻ വേണ്ടി ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ. റാബിറ്റ് വൈലന്റ് ആയി വെച്ചിട്ട് സൈലന്റ് ആക്കാനാണ്. നമ്മള് തിന്നാനും കൊടുക്കാൻ പാടില്ല, അവരെ ശല്യം ചെയ്യാൻ. നമുക്ക് ഓവർ അധികം സംസാരിക്കാണ്ടിരിക്കും, അങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാം. ഷിപ്പിന്റെ ആണ് പിന്നെ ഇവിടെ ബാക്കിലോട്ടുള്ളത്. ഇത് റാബിറ്റിന് മാത്രമുള്ള കേട്ടോ. ഷിപ്പിന്റെ ഫുഡ് കഴിക്കണ മൊയലോള് ഫുഡ് കഴിക്കണ സ്ഥലം അതുകൊണ്ട്. പിന്നെ അവിടെ ആടിനെ തുറന്നു വിടും ചെയ്യും. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. സോ അവിടെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പോരാനും തോന്നിയിട്ട്, പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോകണമല്ലോ, അതുകൊണ്ട് തന്നെ അവിടുന്ന് പോന്നു. നെക്സ്റ്റ് പ്ലേസ് ഇത് മന്നവന്നൂരിൽ തന്നെ എക്കോ ടൂറിസം സൈറ്റാണ് കേട്ടോ. അവിടെ തന്നെയുള്ള നമ്മൾ ആടിൻ്റെ ഷീപ്പ് ഫാമിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഡാം, അത് ഇവിടെയാണ് ശരിക്കും അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ആ ഒരു ഏരിയക്ക് അത് നേരിട്ട് കാണാം. അവിടെ എന്തൊക്കെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, ബോട്ടിങ് എന്തൊക്കെ. അവിടെ പോയാലും അറിയാം. ഇവിടുത്തെ ടൈം എന്ന് വെച്ചാൽ 9:30 മുതൽ 5:30 വരെയാണുള്ളത് ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ സിപ്പ് ലൈനും അങ്ങനെ കുറച്ച് അത് കുതിര സവാരിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സൊക്കെ ഒരു മിലിറ്ററി ടൈപ്പ് ഇട്ടാ, എന്തോണെന്ന് മനസ്സിലായില്ല. അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. ഒരു കമ്പൊന്ന് പോകുമ്പോൾ തോനെ വേണം മാങ്ങ. മന്നവന്നൂർ സീനി പൂണ്ടിക്കും കൂക്കാൽക്കും പോണേന്റെ സെൻട്രൽ പോർഷൻ അല്ലേ മന്നവന്നൂർ.
അയ്യോ നീ കയറി ചവിട്ടേണ്ടി വരുമോ? ചെറിയ ഡാം തന്നെയല്ലേ കാക്ക പറഞ്ഞാല്. അവിടെ ഇറങ്ങടാ ആൾക്കാർക്ക്. മറ്റേ നമ്മൾ ശരിക്കും ബോട്ട് സർവീസ് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്ന്, ബോട്ടിൽ കയറണം എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഇവിടെ ഒന്നും ബോട്ടൊന്നുമില്ല, വേറെന്തോ ചമ്മട്ടി പോലത്തെ ഒരു സാധനം, അതിലിരുന്ന് കറക്കണം. അപ്പോൾ ഓക്കെ എന്നാൽ അതെങ്കിൽ അത് കയറാൻ തീരുമാനിച്ചു. രസമുണ്ട്, ഇത് ബോട്ടിനൊക്കെ രസമുണ്ട്. ചോറൊക്കെ തിന്നിങ്ങനെ ഇതിലിരുന്നിട്ട് സത്യം ബോട്ടൊക്കെ ചെറിയ കൗക്കോലല്ലേ പ്ലാസ്റ്റിക് ഇവിടെ മാത്രം ഇപ്പോഴത്തെ ടെൻറ്റിനാ നടക്കും. നമ്മളും പഠനയില്ലേ ആകെ വെളുത്ത് ഒന്നേ ഉള്ളു. പിന്നെ ഇതിട്ടിരിക്കണെന്നുള്ളതാ, 5000 ഉറുപ്പ്യ കഴിഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരിക്കണെന്നുള്ളതാ എക്സ്പീരിയൻസ് ആട്ടത്. എടുക്കണേ അതേ കൊടുത്തി വേറെ ഫോണുണ്ടാവില്ല. പറയ എങ്ങനെയുണ്ട് പാത്രത്തിൽ പോണത്? എങ്ങനെയുണ്ട് ചമ്പട്ടിയില്? ചമ്പട്ടി പോയത് എങ്ങനെയുണ്ട്? ബോട്ടിലും സ്പീഡ് ബോട്ടിലും ജെറ്റ്സ്കിലൊക്കെ പോയില്ലേ? കായലില് പാത്രത്തിൽ പോണത് എങ്ങനെയുണ്ട് പറയ? പാത്രത്ത് വൈബ് തന്നെ. ഞാൻ കേരള ടാസ്ക് ചെയ്യുന്നു. ഇവിടെ വന്നത് ഒരു കാര്യമുണ്ട്, കുതിരം മാറ്റിയായിരിക്കും. ലോകാണ് ഈ രസാണ് പോരുന്നത് നാട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആളുണ്ട്, കണ്ടില്ല വണ്ടി പാർക്കിങ് കിട്ടാത്തതുകൊണ്ട് അത്രയും ദൂരത്തോടെ കൊണ്ടുപോയിട്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് ഏതാ നോക്കട്ടെ. ഡ്രൈവർ ചിരിപ്പു, ഇതാണ് നമ്മുടെ ഡ്രൈവർ. ചാടി ഉണ്ടാകും. മന്നവന്നൂരിൽ നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്ന 2 പ്ലേസും നല്ല ഭംഗിയുള്ളൊരു നാച്ചുറലായിട്ട് നല്ലൊരു കുന്ന്, പച്ചപ്പ് നിറഞ്ഞൊരു കുന്ന്, ഒന്ന് ഇരിക്കാനും അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയ. ഫോട്ടോസൊക്കെ എടുത്തൊക്കെ നല്ല ഭംഗിയുണ്ട് അവിടുത്തെ ഫോട്ടോസൊക്കെ. അതുപോലെ തന്നെ ഷീ ഫാം അവിടുത്തെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ചെമ്മരിയാടിനൊക്കെ നേരിട്ട് കാണുന്നത്. അതൊക്കെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലത്തെ ട്രിപ്പ് ഒരു കാരണവശാലും മോഞ്ചിയിട്ടില്ല, അത്ര പെർഫെക്റ്റ് ആയിരുന്നു. സൂപ്പർ ട്രിപ്പ്. വൈബിനൊത്ത ആൾക്കാർ, വൈബിനൊത്ത സ്ഥലം, എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാരറ്റ് വിൽക്കണുണ്ട്. അപ്പോൾ അവിടുന്ന് ക്യാരറ്റ് വാങ്ങിച്ചു. കൊടൈക്കനാൽ വിട്ടപ്പോ എന്താ കിട്ടിയ നമുക്ക്? മായ കിട്ടി. അപ്പം നമ്മൾ കൊടൈക്കനാൽ വിടാനായി തുടങ്ങി. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. വീണ്ടും മുന്നോട്ട്. ഇനി നമ്മളൊരു സ്ഥലം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല,
ചിലപ്പം പോണ വഴിയിൽ എന്തെങ്കിലും കാണാൻ പറ്റിയാൽ ഇറങ്ങിക്കാണും, ഇല്ലെങ്കിൽ നേരെ നാട് പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും കൊടൈക്കനാൽ വിട്ടു കേട്ടോ, ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചുരത്തിൽ നിന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നൊരു ഡാമാണോ എന്താണെന്നറിയില്ല, ആ ഒരു സംഭവം. അത് കുറച്ച് ടോപ്പിൽ നിന്ന് കണ്ടപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്താണ്. അതിൻ്റെ ആ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയില്ലേ, ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു സീനറി. മലകൾക്കിടയിൽ ഇങ്ങനെ വെള്ളവും ആയിട്ടിങ്ങനെ നിൽക്കണ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കൊടൈക്കനാലിലേക്ക് പോണ ആ ടൈമിൽ ശരിക്കും ഏകദേശം നല്ല സൺറൈസിൻ്റെ ഒരു ടൈമായിരുന്നു, 6-6:30 ആ ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോണ ഈ ടൈം അതും ഒരു 6-6:30 ടൈമാണ്, പക്ഷെ അത് ഈവനിങ് ആണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ അത് നല്ല, കാരണം ഒഴിഞ്ഞൊരു റോഡായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മരങ്ങൾക്കിടയിലും അല്ലാതൊക്കെ ഇങ്ങനെ ആകാശമൊക്കെ നല്ലൊരു ഓറഞ്ച് ഒരു ഷെയ്ഡൊക്കെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും നമ്മൾ യാത്ര പോയിട്ടൊക്കെ എന്ത് പറഞ്ഞാലും 4 മാസത്തിനപ്പുറമായിട്ടോ. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. ഒന്നുമില്ല, മടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ യാത്രാവിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവാം. തിരിച്ച് യാത്രയിലാണ്. ഞാൻ ടയേർഡായി. ഡ്രൈവർ ട്രെയിലാണ് നോക്കിയിട്ട് കത്തിക്കുന്നുണ്ട്. നമ്മൾ കൂടെ പാട്ടിലോട് ഇങ്ങോട്ട് വരെയാണ്ട് പോവാണ്, കുഴപ്പമില്ല. പക്ഷെ ഇത്രയൊക്കെ ലൈറ്റായാലും ഇപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ആ മെമ്മറീസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ പിന്നെ എത്ര ഹാപ്പി ആയിരുന്നു ഈ ട്രിപ്പൊക്കെ ആലോചിക്കുമ്പോൾ. ഭയങ്കര മിസ് ചെയ്യണം ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകാൻ വീണ്ടും. സോ ആഗ്രഹം തോന്നണം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണെന്നറിയാം അതൊക്കെ. ഇനിയും പോകണം ഫാമിലി ആയിട്ട്, നല്ല നല്ല ട്രിപ്പ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഗായ്സ് നമ്മൾ വീണ്ടും കാറ്റാടി യന്ത്രങ്ങൾ കാണുന്നു. എന്താ അറിയില്ല കേട്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയല്ലേ, ശരിക്കും നല്ലൊരു വ്യൂ. പ്രത്യേകിച്ച് ആകാശത്തിൻ്റെ ഈ ഒരു ഷെയ്ഡും കൂടി ആകുമ്പോൾ അത് കാണാനും വേറൊരു ഭംഗി തന്നെ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മളിവിടെ എത്തിപ്പോയേക്കും ഫോണിലെ ചാർജൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, പിന്നെ ഫുൾ ഇരുട്ടാണ്, ഇനി ഒന്നും കാണില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ.